ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നോക്ക് റെസിപ്പി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയാണ് നത്തോലി പീര. നത്തോലിക്ക് കൊഴുവ, കൊഴുപ്പ എന്നൊക്കെ പല പേരുകളുണ്ട്. അപ്പോൾ ഇൻഗ്രീഡിയൻസിലേക്ക് പോകും മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഒപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നേരെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. അതിനു മുന്നേ നത്തോലിയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിവിടെ നത്തോലിയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നത്തോലി 1/2 കിലോ ആണ് ഞാൻ വാങ്ങിയത്. ഇത് കുറച്ച് വിനാഗിരിയും കല്ലുപ്പും ഒക്കെ ഇട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ളത് 9 വലിയ ചുള ചുവന്നുള്ളി അല്ലെങ്കിൽ ചെറിയുള്ളി, 4 വലിയ വെളുത്തുള്ളി, 5 എരിവുള്ള പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 3 തണ്ട് വേപ്പില, 9 ചുള കുടംപുളി, 1 കപ്പ് നാളികേരം, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ വെളിച്ചെണ്ണ എന്നിവയൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആയി എടുത്തു വെച്ചിട്ടുള്ളത്. കാശ്മീരി ചില്ലി പൗഡർ ഓപ്ഷണലാണ്. മഞ്ഞൾപ്പൊടി മാത്രം ചേർക്കുമ്പോൾ നമ്മുടെ മീൻ പീര വല്ലാതെ മഞ്ഞ കളറായി മാറാതിരിക്കാനായി ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തെന്ന് മാത്രം. ഇതിലേക്ക് ഞാൻ വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെ സ്പൈസി ടേസ്റ്റാണ് ഞാൻ ഇതിലേക്ക് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ അളവിനനുസരിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ക്വാണ്ടിറ്റിയും അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ പുളി ചേർത്ത് കൊടുക്കുമ്പോഴും നിങ്ങളുടെ കയ്യിലുള്ള കുടംപുളിയുടെ പുളിക്കനുസരിച്ചും നിങ്ങളുടെ പുളിയുടെ താല്പര്യം അനുസരിച്ചും ചേർത്ത് കൊടുക്കാനും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പച്ചമുളകും ഓരോരുത്തരുടെയും സ്പൈസ് ലെവലിനനുസരിച്ചും കയ്യിലുള്ള മുളകിൻ്റെ എരിവിനനുസരിച്ചും വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് നത്തോലി പീര ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായി ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും നടുകീറിയ പച്ചമുളകും നല്ല കനം കുറച്ച് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലെ ചെറിയുള്ളി നല്ല വലുപ്പമുള്ളത് കൊണ്ടാണ് ഞാൻ അരിഞ്ഞു ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ സാധാരണ ചതച്ചാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. നിങ്ങളുടെ കയ്യിലെ ചുവന്നുള്ളി ചെറുതാണെങ്കിൽ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒപ്പം നല്ല ഫൈനായി ചതച്ച് ചേർത്താൽ മതി. ഏത് കറിയിലേക്കായാലും ഇഞ്ചിയും ഉള്ളിയും ഒക്കെ ചതച്ച് ചേർക്കുമ്പോൾ നല്ല ഫൈനായി തന്നെ ചതച്ച് ചേർക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം ഫ്ലേവർ നന്നായി കറിയിലേക്ക് ചേർന്ന് കിട്ടുകയും ഒപ്പം ഇഞ്ചിയൊക്കെ കറിയിൽ കടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വല്ലായ്മ ഒഴിവാക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ്. പിന്നെ നമ്മൾ കുടംപുളി സോക്ക് ചെയ്ത് വെച്ച വെള്ളം, ഇത് 250 ml ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് വെള്ളമുണ്ട്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തത് നാളികേരം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല പോലെ കൈവച്ച് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്താൽ ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സെയിം ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ല പോലെ എല്ലാ ഇൻഗ്രീഡിയൻസും കൈവച്ച് തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം. ഇനി സ്റ്റവ് ഓൺ ചെയ്യാം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ സെറ്റ് ചെയ്ത് ചട്ടി അടച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കി എല്ലാം ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ചട്ടി മൂടി വെക്കാതെ തുറന്നു വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. സ്റ്റവിൻ്റെ ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ സെറ്റ് ചെയ്യണം. നമ്മൾ ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വെളിച്ചെണ്ണയുടെ കണ്ടന്റ് ആയാലും വളരെ കുറവാണ്. അതുകൊണ്ട് സ്റ്റവ് ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ മീനൊക്കെ അടിയിൽ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതൊന്നും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ചട്ടിയുടെ നടുവിൽ ഒരു സ്പേസ് ആക്കി കൊടുത്താൽ ഇതിലെ വെള്ളമെല്ലാം നടുവിലേക്ക് വന്നു നിൽക്കും. അപ്പോൾ വെള്ളം വറ്റുന്നത് നമുക്ക് വേഗം അറിയാനും പറ്റും. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് 1 നുള്ളു ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന്റെ ഒപ്പം ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാട്ടോ. ഉലുവപ്പൊടി ഓപ്ഷണലാണ്. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ 1 നുള്ളു മാത്രം ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഉലുവപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കെല്ലാം ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. മൊത്തം 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദാ കണ്ടില്ലേ, ഇതുപോലെ വെള്ളമൊക്കെ മുഴുവൻ വറ്റി മീനൊക്കെ നല്ല കറക്റ്റ് വെവായി കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ലാസ്റ്റ് ടിപ്പായി 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഞാൻ ചട്ടി അടച്ചു വെക്കുന്നുണ്ട്. ഇങ്ങനെ ചട്ടി മൂടി വെക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ മീൻ പീരയിലേക്ക് നന്നായി ഇറങ്ങി കിട്ടും. ഇനി നമുക്ക് നല്ല ടേസ്റ്റിയും ഒപ്പം ഹെൽത്തിയുമായിട്ടുള്ള നത്തോലി പീര സെർവ് ചെയ്യാം. അങ്ങനെ ഞാനിവിടെ നമ്മുടെ നത്തോലി പീര സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. ഉപ്പും എരിവും പുളിയും ഒക്കെ ഞങ്ങളുടെ കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഈ പീരയിലുള്ള മുള്ളൊക്കെ നമുക്ക് കടിച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ. നത്തോലി, മത്തി പോലുള്ള ചെറിയ മീനുകളൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് പലപ്പോഴും ഡോക്ടേഴ്സ് പോലും സജസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ കാരണം തീർച്ചയായും ഈ മീനുകൾ ഹെൽത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്.
അപ്പോൾ എല്ലാവരും ഈ ഹെൽത്തിയും ടേസ്റ്റിയുമായ നത്തോലി പീര ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നാൽ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.